അതിനുശേഷം അവളും കുറഞ്ഞ മാർക്ക് വാങ്ങിച്ച് ഞാൻ തന്നെ വിഷമിക്കാതിരിക്കുമ്പം നീ എന്തിനാ ഇതിനൊക്കെ വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആശ്വാസപ്പെടുത്താൻ നോക്കുമ്പം അവനാണ് നീ വേറെ ഞാൻ വേറെ എന്നറിഞ്ഞ് ടോപ്പേഴ്സായിട്ട് ബന്ധപ്പെടുത്തലെന്ന് പറയും. അങ്ങനെ ടോപ്പിയുള്ള ഇവന് 3rd പ്ലേസ് വരുന്നത് ഒരു വലിയ നെഗറ്റിവിറ്റിയാണ്. അങ്ങനെ ആ കാര്യം അവനും പറഞ്ഞു കൊടുക്കുമ്പം ഇവൾ എനിക്ക് ടോപ്പേഴ്സിനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഹുവാനും ഇവന്റെ യഥാർത്ഥത്തിൽ ഡ്രീം എന്തോന്ന് ചോദിക്കുമ്പം അവൻ എന്റെ ഫാമിലി തീരുമാനിച്ച ഡ്രീം എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം ഇവിടെ സോങ്ങിന്റെ വീട്ടിലാണ് അവന്റെ അമ്മ ഇവനെ ഡോക്ടർ പഠിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് വേറെ കുറെ കോഴ്സൊക്കെ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവിടെ തന്നെ നീ കോളേജിൽ പഠിക്കാൻ പോവാണ്, നല്ല കോളേജ് ചേരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അവർ കുറച്ച് കോളേജെ കാണിച്ചിട്ട് അതിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഇവന് പഠിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഇവനാണ് നൈസിന് സ്ഥലം വിടാൻ വേണ്ടി അവന് ജിങ്ഷിയെ മുമ്പേ വിളിച്ചാലെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ അതിനുശേഷം അവനും ജിങ്ഷിയെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അതേസമയം ഹുവാനും ജിങ്ഷിയെ കാണാനായിരിക്കും പോകുന്നത്. അപ്പോഴാണ് അവൻ ഇവർ രണ്ടുപേരും കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും എന്തോടെ ഈ സമയത്തും ചോദിക്കുമ്പോൾ ഹുവാൻ അപ്പോഴാണ് മനസ്സിലാവുന്ന സോങ് അവളുടെ പുറകെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ അതിനുശേഷം ജിങ്ഷിയാണ് ഇവരോടൊക്കെ ഇവരുടെ സ്കൂളിൽ നടക്കാൻ പോകുന്ന കോമ്പറ്റീഷന് അവ നല്ലോണം കളിക്കുവാണ്. പിന്നെ അവിടെ ഒരു നാഷണൽ ടീമിൽ സെലക്ട് ചെയ്യുന്ന കോച്ച് വരും പറയും. ഒരു അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട ടീമിൽ സെലക്ട് ചെയ്ത പിന്നെ എന്റെ ഡ്രീം തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഇവരോടൊക്കെ ആ കാര്യം പറയുമ്പം അവരുടെ സന്തോഷത്തി എങ്കിൽ പിന്നെ ഇത് ഇവന് കിട്ടിയ അവസരം എന്ന് പറഞ്ഞ് അവൻ ഓൾ ദ ബെസ്റ്റ് പറയും. അങ്ങനെ അതിനുശേഷം ജിങ്ഷി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇത് കാണുന്ന ഇവർ രണ്ടുപേരും കൂടെ ജിങ്ഷിയെ പോലെ കൂളായിട്ട് ജീവിക്കണമെന്ന് ഇവരെ ആഗ്രഹിക്കുന്നത്. കാരണം അവന്റെ ഡ്രീം എന്താണെന്ന് അവന് കറക്റ്റ് ആയിട്ട് അറിയാം. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ കെമിസ്ട്രി ലാബിൽ വെച്ച് ജിങ്ഷിയാണെ കുറെ കോപ്രായ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇതേ കണ്ട് അടുത്തിരുന്ന് ഹുവാനും ക്ലാസ്സിലും കൂടെ പേടിച്ചിരിക്കുമ്പോഴാണ് സാറ് ഇവൻ എന്തുവാ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ കുറെ വഴക്കുറയും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ ഇവിടെ നിന്ന് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹുവാന് മാത്രം പെർഫെക്റ്റ് ആയിട്ട് ആ എക്സ്പെരിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴാണ് ഇത് കണ്ട് സോങ് ആണ് ഷോക്കായിട്ട് ഇവളിത് എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കൊന്ന് ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇത് കാണുന്ന കെമിസ്ട്രി സാറാണ് ഇവളെ ക്വിസ് കോമ്പറ്റീഷന് ചേരാൻ വേണ്ടി ഇവളുടെ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞാണ്. അതുകൊണ്ട് സാറ് ഇവളോട് ആ കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന ചോദിക്കുമ്പോൾ ഇവളാണ് ഷോക്കായിട്ട് ടോപ്പേഴ്സിന് മാത്രമേ വിളിക്കുന്നത് ഞാൻ വിചാരിച്ചുള്ളൂ, പക്ഷെ എന്നെ വിളിച്ച് എനിക്ക് സന്തോഷം. ഏതിന് അവൾ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുമ്പം സാറ് ജിങ്ഷിയും കൂടെ കെമിസ്ട്രി കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറയും. കാരണം ഇവനും കുറെ കോപ്പറായങ്ങളെ കാണിച്ചു കൂട്ടിയെന്ന് പറയുമ്പം ഇവന് മനസ്സിലായി സാർ ഇവന് വഴക്കുറയാന്ന്. അതുകൊണ്ട് അവന് സോറ് വയ്ക്കുമ്പം സാറ് അപ്പൊ തെറ്റേരുണ്ടെന്ന് ബോധ്യമായെന്ന് പറഞ്ഞ് അവനായിട്ട് വഴക്കുറയും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന ടിയാനാണ് മാത്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോയെന്ന് പറഞ്ഞ് സാറിനൊരു പേപ്പർ എടുത്തിട്ട് പോകും. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ ഇവർ മൂന്നുപേരും കൂടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. സത്യത്തിൽ ടിയാൻ ആഗ്രഹം ഇംഗ്ലീഷ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടിയാ. പക്ഷെ അവന്റെ വീട്ടുകാരാ അവൻ ഇംഗ്ലീഷ് വേണ്ട മാത്സ് കോമ്പറ്റീഷന് പങ്കെടുത്താൽ മതി എന്നറിഞ്ഞ് അവനെ മാറ്റാൻ പറഞ്ഞ്. അങ്ങനെ ആ കാര്യമൊക്കെ ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്കിൽ പിന്നെ ടിയാനെ സഹായിക്കാൻ വേണ്ടി ഇവർ ആ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് അവന്റെ ആഗ്രഹത്തിന് ഇംഗ്ലീഷ് കോമ്പറ്റീഷന് കൊണ്ടുപോകാൻ തീരുമാനിക്കും. അങ്ങനെ അതേപോലെ അടുത്ത ദിവസം ടിയാന് ഇഷ്ടമില്ലാതെ മാത്സ് കോമ്പറ്റീഷന് വേണ്ടി പോകാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ അവിടേക്ക് സോങ്ങും ജിങ്ഷും കൂടെ വന്നിട്ട് ഞങ്ങൾ നിന്നെ കോമ്പറ്റീഷന് കൊണ്ടാക്കാടാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് അങ്ങ് പോകും. അപ്പോഴാണ് അവനാണ് പേടിച്ചിട്ട് എന്നെ കോമ്പറ്റീഷന് പോകാൻ തടുക്കാൻ വന്നേക്കോണെന്ന് പറഞ്ഞ് അവൻ കുറെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാരാണ് നിന്നെ ഇംഗ്ലീഷ് കോമ്പറ്റീഷന് കൊണ്ടുപോകാൻ വേണ്ടി വന്നേ. ഇനിയിപ്പോ നിനക്ക് മാത്സ് കോമ്പറ്റീഷന് പോണേ പോയിക്കോ, അത് നിന്റെ ഇഷ്ടം, അതുകൊണ്ട് ഇനി തീരുമാനമല്ല നിന്റെ ഇല്ല എന്ന് ഇവന്മാരും പറഞ്ഞിട്ട് പോകുമ്പോൾ ടിയാന് സത്യമായിട്ട് എനിക്കപ്പോ ഇംഗ്ലീഷ് കോമ്പറ്റീഷന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഹാപ്പി ആകും. അതുകൊണ്ട് ഇവന്മാർ രണ്ടുപേരാണ് നിനക്ക് എത്ര പ്രാവശ്യം പറയണമെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചോണ്ടോ നോക്കുമ്പോൾ അവന് നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടാ ഞാൻ ഈ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് അവന്റെ പാരന്റ്സ് പറയുന്നേക്കാതെ ഇംഗ്ലീഷ് കോമ്പറ്റീഷൻ പോകും. അങ്ങനെ അതേസമയം ഇവിടെ കെമിസ്ട്രി കോമ്പറ്റീഷന് ഹുവാൻ വന്നേക്കുമ്പോഴാണ് അവിടെ ഇവളുടെ ഡെസ്ക് മേറ്റ് ഡൂമാനാണ് വയറും പിടിച്ചോണ്ട് അവിടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവൾ അടുത്തേക്ക് ചെന്ന് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം ഇവന്മാരും ടിയാനെ വിളിച്ചോണ്ട് ഇംഗ്ലീഷ് കോമ്പറ്റീഷനിലേക്ക് ചെല്ലുമ്പോഴാണ് അവൻ പ്രാക്ടീസ് ചെയ്യാത്തോണ്ട് സംസാരിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് ഇവിടെ ജിങ്ഷി ഷോക്കായിരിക്കും. അപ്പോഴാണ് സോങ്ങും അതൊക്കെ അവൻ ഏറ്റവും പറഞ്ഞിട്ട് ഇവന്മാരുണ്ടെങ്കിലും അവൻ സംസാരിക്കാൻ നോക്കുമ്പോഴാണ് അവൻ മാസമായിട്ട് അവിടെ നിന്ന് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സോങ് ആണ് നിനക്ക് ഈ പറയുന്നൊക്കെ മനസ്സിലാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ജിങ്ഷിയും ഇതുപോലെ മനസ്സിലാത്തില്ലെന്ന് പറഞ്ഞ് അവനെല്ലാം പിടിയിടുന്ന് ഷോണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് സോങ്ങും എങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം എന്തോന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പോൾ ജിങ്ഷിയാണ് മിണ്ടാതെ നിനക്ക് ഈ അർത്ഥം ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവനൊന്നും പറയാതെ അവസാനം രക്ഷപ്പെട്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന ടിയാനാണ് ഇവരോടൊക്കെ താങ്ക്സ് പറയുമ്പോൾ നീയാണോടെ താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞ് ജിങ്ഷി അവനോട് ഇവൻ സംസാരിച്ച് എന്തോന്ന് പറഞ്ഞ് ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. അതേസമയം ഇവിടെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഡൂമാനും ഹുവാനും വിളിച്ചോണ്ട് ഒരു കടയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളാണ് കുറെ സ്നാക്സ് ഇങ്ങനെ ഹുവാന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കും. കാരണം ഇത് ഇവളുടെ അച്ഛന്റെ കടയാണ്. അങ്ങനെ അതിനുശേഷം അച്ഛനും ഡൂമാന്റെ കൂട്ടുകാരിയെന്ന് അറിഞ്ഞ ഉടനെ ഹുവാന് കുറെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് ചുമ്മാ അല്ല ഞാൻ ഇതിനു മുമ്പ് നിന്നെ കണ്ടോലുണ്ടെന്ന് പറഞ്ഞ ഇവിടെ
വെച്ച് ഞാൻ മുമ്പ് സ്നാക്സ് വാങ്ങിച്ച ഓർമ്മയില്ലേ, അന്ന് നീ ആയിരുന്നു കട ഇരുന്നത് എന്നിനെ ഹുവാനും പറയുമ്പോൾ അവളത് വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ അവസാനം ഹുവാന് പൈസ പേ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഡൂമാൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ സഹായിച്ചതിന് താങ്ക്സ് പറയും. കാരണം ഹുവാനാണ് അവളുടെ വയറ്റുവേദന മാറ്റി തന്നത്. അങ്ങനെ അതിനുശേഷം ഹുവാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി എത്തി ടിയാന്റെ കോമ്പറ്റീഷൻ എങ്ങനെയാന്ന് പറഞ്ഞ് ചോദിക്കാൻ വരുമ്പോൾ ഇവന്മാരത് ഇവളെ കുറിച്ച് തിരക്കും. അതിനുശേഷം ടിയാന് ഹുവാനെ കളിയാക്കുന്നുണ്ട്. ജിങ്ഷിയാനെ പറഞ്ഞു കൊടുക്കും ഇവൻ ഇംഗ്ലീഷ് കോമ്പറ്റീഷന് കൊണ്ടുപോകാൻ പറഞ്ഞു തന്നെ ഹുവാനാണെന്ന്. അതിനുശേഷം അടുത്ത ദിവസം ടിയാൻ ഇംഗ്ലീഷ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോഴാണ് ഇവന്റെ അച്ഛനാണ് ഇത് കണ്ടിട്ട് എടാ നാണമില്ലാത്തവനെ, നിന്നെ മാത്സ് കോമ്പറ്റീഷന് പോകാൻ പറഞ്ഞ നീ ഒന്നിനും യൂസ് ഇല്ലാത്ത ഈ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടെന്നേക്കുന്ന ഇതും കൊണ്ട് എന്തോ പ്രയോജനം. ഏതിന് അവനെ വഴക്ക് പറയുമ്പോൾ ഇവനാണ് വിദേശത്ത് പഠിക്കാൻ പോവാണ്, ഇംഗ്ലീഷൊക്കെ പഠിക്കും നല്ലതെല്ലാം ചോദിക്കും. അപ്പോഴാണ് അവന്റെ അച്ഛനും ഇംഗ്ലീഷ് നിനക്ക് സംസാരിക്കാൻ അറിഞ്ഞാൽ മതി, അല്ലാതെ ഇംഗ്ലീഷ് തന്നെ നീ പിടിച്ചിരിക്കണ്ട, നിന്റെ അച്ഛന് പോലും നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാല്ലേ എന്നും പറഞ്ഞാൽ ഇങ്ങനത്തെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ. ഏതിന് അച്ഛന് വഴക്ക് പറയുമ്പോൾ ഇവനും പെട്ടെന്ന് ദേഷ്യത്തി ദിസ് ഇസ് മൈ ലൈഫ് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞ് അവർ റൂമിലേക്കും കയറി ചെല്ലും. അതോടെ അച്ഛനും മൊത്തം ഷോക്കായിട്ട് എടി ഇവനിപ്പോ എന്തോ പറഞ്ഞിട്ടോ ഇവൻ എന്നെ ചീത്ത വിളിച്ചാണ്. ഏതിന് അമ്മയോട് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് അറിയാൻ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അച്ഛനെ അങ്ങ് മിണ്ടാതാക്കും. അതിനേശം ഇവിടെ ഹുവാനാണ് ഇന്നലെ ഇവളുടെ കൂട്ടുകാരി ഡൂമാന്റെ വയറ്റ് തന്നെ ഇവളെ മാറ്റി കൊടുത്തോണ്ട് ഇവൾക്ക് ഫാർമസിയെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് അവളുടെ അമ്മയോട് സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കേൾക്കുന്ന അവളുടെ അമ്മയാണ് വയറ്റുവനെ മാറ്റി കൊടുത്തോണ്ട് നിനക്ക് ഫാർമസി പഠിക്കണേ എങ്കിൽ പിന്നെ ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലാക്കി തരാന്ന് പറഞ്ഞ് അവർ റൂമിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് തരും. അങ്ങനെ ഇവൾക്ക് ഫാർമസി പഠിക്കാൻ ആഗ്രഹമുണ്ട്. ആദ്യം ചൈനീസ് മെഡിസിൻ ഒക്കെ പഠിക്കാൻ വേണ്ടി അവളെ പറയുമ്പോൾ അവൾ ഷോക്കായിട്ട് എനിക്ക് ചൈനീസ് മെഡിസിൻ അല്ല പഠിക്കണ്ട, ഞാൻ പഠിക്കുന്ന ഇംഗ്ലീഷ് മരുന്ന്, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഏതിന് അവളും പറയുമ്പോൾ നിനക്ക് ഇത് പഠിച്ചാല് ആ കഷ്ടപ്പാട് മനസ്സിലാത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവള് റൂമിൽ ചെന്ന് പഠിക്കാൻ നോക്കുമ്പോഴാണ് ഇവിടെ ജിങ്ഷിയാണ് മെസ്സേജ് അയച്ചേക്കും നാളെ ഇവരുടെ സെമി ഫൈനലിൽ അവൻ വിജയിച്ചിട്ട് വരുമെന്ന്. അങ്ങനെ അതുകൊണ്ട് ആ മെസ്സേജ് ഉണ്ട് ഇവളെ സന്തോഷത്തി അവൻ ഓൾ ദ ബെസ്റ്റ് പറയും. ഇതേ സമയം സോങ് ആണ് അവന്റെ അമ്മ അറിയാതെ അവന് മെഡിക്കലിന്റെ ബുക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അവന് ഡോക്ടർ ആകാനാണ് തീരുമാനിച്ചേക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസമാണ് ജിങ്ഷി അവന്റെ അച്ഛനോട് വന്നിട്ട് 2 ടിക്കറ്റ് കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട അവന്റെ അച്ഛനാണ് ഇവന്റെ മത്സരം കാണാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഇത് അവന്റെ അമ്മ അറിഞ്ഞ സീനാന്ന് പറയുമ്പോൾ അവൻ അതുകൊണ്ടല്ല അച്ഛൻ്റെ തന്നെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ അമ്മയെ വിളിച്ചോണ്ട് ഇവന്റെ മത്സരം കാണാൻ വേണ്ടി വരാൻ പറയും. കാരണം ഇത് ഇവൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ചാ. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവന്റെ അച്ഛനും ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ നല്ലോണം ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷമാണ് ജിങ്ഷിയുടെ മത്സരം നടക്കുന്ന സമയത്ത് ക്ലാസ്സിൽ അവന്റെ കൂടെ ഗെയിം കളിച്ചൊരുത്തിനും വന്ന് ജിങ്ഷിയുടെ കാലോ എന്ന് പറഞ്ഞ് അവരുടെ ക്ലാസ്സിൽ ഒന്ന് വിളിച്ചു പറയും. അങ്ങനെ അതുകൊണ്ട് സോങ് ഹുവാനും കൂടെ പേടിച്ച് ഓടി അവിടെ ചെല്ലുമ്പോഴാണ് അവനിപ്പോ നടക്കാൻ പറ്റാത്ത അവസ്ഥയെ കിടക്കുന്നുണ്ട്. അവൻ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകുന്ന പറഞ്ഞ് അവിടുത്തെ നഴ്സും പറയും. അങ്ങനെ അതിനുശേഷം അവനെ കൊണ്ടുപോകാൻ വണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. സോങ് ഇവളുടെ അടുത്ത് അവൻ 2 ബാഗ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവനും ജിങ്ഷിയെ പൊക്കെ എടുത്തോണ്ട് ആശുപത്രിയിലേക്ക് അങ്ങ് ചെല്ലും. എന്നിട്ട് അവനും കുറച്ച് സീരിയസ് ആയിട്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഹുവാനാണ് പേടിച്ചോടിയെത്തി അവനിപ്പോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് തിരക്കും. അപ്പോഴാണ് സോങ്ങും അവന്റെ കാലിന് വലിയ പരുക്കാ പറ്റിയെന്ന് പറഞ്ഞ് കുറച്ച് സീരിയസ് ആണെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവള് പേടിച്ച് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ അവന്റെ പേരൻസ് അകത്തുള്ളതുകൊണ്ട് ഇവളെ പുറത്തന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവളാണ് ടെൻഷനായി എങ്കിൽ പിന്നെ സർജറിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ ഇവന് സർജറി ഒന്നും വേണ്ട, പക്ഷെ അവന് ട്രീറ്റ്മെന്റ് ചെയ്താലും അവനെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്ന പറയും. അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിങ്ഷിയുടെ അച്ഛനമ്മയും കൂടെ വരുന്നത്. അതിനുശേഷം ഇവർ 2 ജിങ്ഷിയെ കുറിച്ച് തിരക്കുമ്പോൾ അവന്റെ അമ്മ അവനിപ്പോ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 2 സമയം കിട്ടുമ്പോൾ അവനോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇവരെ തൽക്കാലം വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവർ 2 തിരിച്ച് വീട്ടിലെ ചെല്ലുമ്പോഴാണ് ഇവിടെ ജിങ്ഷിയുടെ അച്ഛനാണ് അവർ രാവിലത്തെ മത്സരത്തിന്റെ ടിക്കറ്റ് എടുത്ത് ഇപ്പൊ അമ്മയുടെ അടുത്ത് കാണിക്കും. നമ്മുടെ മോൻ വിചാരിച്ച് നീ മനസ്സ് മാറി അവന്റെ മാച്ച് കാണാൻ വരുന്ന, പക്ഷെ ഞാൻ നിനക്ക് ഈ ടിക്കറ്റ് തന്നില്ല, കാരണം നിന്നെ കണ്ട് കുറെ ടെൻഷനായി ഇങ്ങനെ കൊല്ലം സംഭവിക്കുന്ന ഞാൻ പേടിച്ച. എന്തായാലും അതൊക്കെ വിട്, അവ ഫുട്ബോൾ കളിക്കുന്നുണ്ട് എന്തോ പ്രശ്നം. ഇപ്പം ഏതിന് അച്ഛനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അമ്മയാണ് ദേഷ്യത്തി നിങ്ങൾ എന്തോ പറയുന്നത്, ഇതിനുമ്പ് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തല്ലേ നിങ്ങൾ അവന് ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ചുമ്മാ കാണിക്കത്തേ ഉള്ളെന്ന്. കാരണം ഈ പ്രായമായതുകൊണ്ട് അവൻ നമ്മൾ പറഞ്ഞ കേൾക്കത്തില്ല നിങ്ങളാ പറഞ്ഞ, അതുകൊണ്ട് അവൻ ഫുട്ബോൾ കളിക്കുന്ന നിങ്ങൾ സമ്മതിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ച്, അതുകൊണ്ട് ഞാൻ ഇവിടെ കുറ്റക്കാരിയായോ. ഇനിയിപ്പോ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ മോനെ സപ്പോർട്ട് ചെയ്യായിരുന്നു. ഏതിന് അമ്മയും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അച്ഛനും ദേഷ്യത്തി അവൻ ഫുട്ബോൾ കളിച്ചപ്പോ എന്തോ പ്രശ്നം എന്നറിഞ്ഞ് അത് കാരണം അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തില്ലെന്ന് പറയും. ഇത് കേട്ട് അമ്മയാണ് അവനോർത്ത് വിഷമിച്ച് അവൻ ഇതിനു മുമ്പേ തന്നെ കുറെ ഇഞ്ചുറി പറ്റിയതാ, ഇപ്പൊ അവൻ ആശുപത്രി കടമ്പോ കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലെന്ന്, ഇതാണ് അവന് കിട്ടുന്ന നല്ല ജീവിതം എന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛനായിട്ട് വഴക്കുണ്ടാക്കും. അങ്ങനെ ഇവർ തമ്മിൽ നടക്കുന്ന വഴക്കില് അമ്മ ഇതുവരെ നമ്മൾ തമ്മിൽ ഒരേ ചിന്തയല്ലെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം വീട്ടിലേക്ക് വരുന്ന ഹുവാനാണ് അവളുടെ അമ്മയോട് സത്യത്തി ജിങ്ഷിയുടെ അവസ്ഥ എങ്ങനെയാന്ന് പറഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും സോങ്ങിന്റെ അച്ഛൻ ഇവരോട് പറഞ്ഞ് സാധാരണ അത്ലറ്റ്സിന്റെ ഒക്കെ വരുന്ന ഒരു നോർമലായിട്ടുള്ള ഭക്ഷണം അവന് വന്നേന്ന്, അതായത് ഇപ്പൊ ഇവന് ഗുണമായാലും ഫ്യൂച്ചർ അവനിങ്ങനെ ഫുട്ബോളൊന്നും കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് ആദ്യം നമ്മൾ ഹെൽത്തിനെ നോക്കണം എന്ന് പറഞ്ഞ് ഇവളാദ്യം ഹെൽത്ത് നോക്കാൻ വേണ്ടി പറയും. എന്നാലേ ഡ്രീമൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവളെ ഇപ്പൊ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം റൂമിലേക്കൊന്ന് ഹുവാനാണ് അവന്റെ ഡ്രീം തന്നെ ഇപ്പൊ പോയതുകൊണ്ട് അവൻ നല്ല വിഷമത്തിലായിരിക്കും എന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയച്ച് ഇവനിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവിടെ ജിങ്ഷിയും അവളുടെ ആ മെസ്സേജ് കണ്ടിട്ട് അവനൊന്നും പറയാതെ ഇവിടെ വിഷമിച്ചിരിക്കുക.
അങ്ങനെ അതിനുശേഷം ജിങ്ഷിയുടെ PT സാറും വന്ന് അവന്റെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കും സത്യത്തിൽ ജിങ്ഷിക്ക് നല്ലൊരു ടാലന്റ് ഉള്ളതെന്ന്. പക്ഷെ അവനോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ പിന്നെ അവന്റെ മൈൻഡ് സ്റ്റേബിൾ അല്ലാതെ അവൻ കുറെ ആലോചിച്ചിട്ടെന്ന് പറഞ്ഞ ഇദ്ദേഹം അവനോട് ഇതിനെക്കുറിച്ചൊന്നും പറയാത്ത. പക്ഷെ നിങ്ങൾ അവനെ എതിർക്കുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയതെന്ന് ഇപ്പൊ ഇവന്റെ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് സത്യത്തിൽ ജിങ്ഷിയുടെ അമ്മയ്ക്ക് അവനെ ഓർത്തിട്ടാണ് വിഷമം. അതായത് ഇതിനുമ്പ് അവന് കുറെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇതേപോലെ ഒരു സിറ്റുവേഷൻ ആകല്ലെന്ന് പറഞ്ഞ ഒരമ്മയായിട്ട് അവന് ഫുട്ബോൾ കളിക്കാൻ സമ്മതിക്കാത്ത. പക്ഷെ ഇതുവരെ ഇവര് അവന്റെ ഫുട്ബോൾ മാച്ച് കാണാത്ത ഒരു മത്സരം പോലും ഇല്ല. കാരണം അവൻ അറിയാതെ എല്ലാ മത്സരം ഇവര് കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവിടെ ജിങ്ഷിയെ കാണാൻ വേണ്ടി ഹുവാൻ അവിടേക്ക് വരുമ്പോഴാണ് ഇവനാണ് അവളെ കണ്ടുടനെ സന്തോഷിച്ചിരിക്കുന്ന പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവൻ എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ ഇവളറിയാതെ അവന്റെ കാലിനകത്ത് അങ്ങ് തട്ടും. അതോടെ അവന് വേദന സഹിക്കാൻ പറ്റാതെ നിനക്ക് നോക്കി വന്നൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിലവിളിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും ഡോക്ടറിനെ വിളിക്കട്ടെ ചോദിക്കുമ്പോൾ ഇവന് ഡോക്ടറൊന്നും വേണ്ട, അവിടുന്ന് പെയിൻ കില്ലർ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവളുടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും ഇവരൊക്കെ കൊണ്ടുവന്ന സൂപ്പ് കുടിച്ച് തന്നെ മടുത്തോയെന്ന് പറയുമ്പോൾ ഇവളെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറയും. പക്ഷെ അവനാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഈ സൂപ്പ് കുറെ കുടിച്ചാൽ ഗുണമാണെങ്കിൽ പിന്നെ അതും കുടിക്കാൻ അവൻ തയ്യാറാന്ന് പറയും. എന്നിട്ട് അവളാണ് സമാനത്തിൽ ഇവനോട് ചോദിക്കും ഈ തവണ ഇങ്ങനെ മോശമായിട്ട് ഇഞ്ചുറി പറ്റുള്ള കാരണം എന്തോന്ന്. അപ്പോഴാണ് അവനും ആ കോച്ചിന്റെ ഫ്രണ്ട് എങ്ങനെയൊക്കെ ഇവന്റെ ടാലന്റ് കാണിക്കാൻ വേണ്ടിയാ കുറച്ച് ഓവറായിട്ട് പോയെന്ന് പറയും. അല്ലെങ്കിൽ സാധാരണയായിട്ട് കളിച്ചായിരുന്നെങ്കിൽ ഇവനൊരു പരിക്കും പറ്റി കാണത്തില്ല. അങ്ങനെ അതും പറഞ്ഞിട്ട് അവനും ഇവന്റെ വിഷമം ഇവളോട് പറയാൻ പറ്റാത്തോണ്ട് അവനും മരുന്ന് പറഞ്ഞ് എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നവങ്ങ് ഉറങ്ങും. അങ്ങനെ ഇത് കാണുന്ന അവൾക്ക് മനസ്സിലായി ഇവന്റെ വിഷമങ്ങളെല്ലാം അവൻ അവന്റെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനെ അന്ന് വൈകിട്ട് ഇവിടെ ജിങ്ഷിയുടെ അമ്മയെ കണ്ട് സമാധാനപ്പെടുത്താൻ വേണ്ടി ഇവരുടെയൊക്കെ അമ്മ ചെല്ലുമ്പോഴാണ് ജിങ്ഷിയുടെ അമ്മയാണ് അവന് കുറെ മാസം ആശുപത്രി തന്നെ കിടക്കുന്നുണ്ട്, ഒരു വർഷം കൂടെ പഠിത്തം റിപ്പീറ്റ് ചെയ്യട്ടേം ചെയ്യിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഹുവാനാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനും സോങ്ങും കൂടെ അവനെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവൾ അവരെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷമായിരിക്കും ഓരോ ദിവസം സോങ്ങും ഹുവാനും കൂടെ ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ക്ലാസ് ഇട്ട് ഉടനെ തന്നെ അവർ രണ്ടുപേരും ഇവിടേക്ക് വരുന്നത്. പക്ഷെ ജിങ്ഷിക്കാണ് ഇതൊരു ശല്യമായിട്ട് മാറും. ഇപ്പോഴെങ്കിലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഇവിടെ പഠിക്കാതിരിക്കുമ്പോൾ ഇവരുടെ പഠിച്ചാലേ നീ പാസ്സാവത്തുള്ളെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവസാനം വരെ ജിങ്ഷിയുടെ തല ഒന്നും തന്നെ കയറത്തില്ല. അങ്ങനെ അതിനുശേഷം ഒരു ദിവസം ഹുവാൻ അവന് വേണ്ടി ഫ്ലവേഴ്സ് ആയിട്ടൊക്കെ വരുമ്പോഴാണ് ഇത് കാണുന്ന സോങ്ങിന് മനസ്സിലാവും ഇവൾക്ക് അവനോട് ഒരു ക്രഷ് ഉണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് സൈലന്റ് ആയിട്ട് പിന്നോട്ട് തന്നെ മാറിയിരിക്കും. അങ്ങനെ ഇപ്പൊ കുറെ ദിവസം കഴിഞ്ഞ് ഇവരണ്ടേരും കൂടെ ഇന്ന് അവൻ ഡിസ്ചാർജ് ആവുന്നുണ്ട്. ആ സന്തോഷത്തിൽ ഇവരുടെ സംസാരിച്ചോണ്ട് വരും. അങ്ങനെ അതിനുശേഷം അവനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഹുവാൻ മാത്രം ചെല്ലുമ്പോഴാണ് ഇവനാണ് സോങ് എവിടെ പോയി ചോദിക്കും. അപ്പോഴാണ് അവളും പെട്ടെന്ന് എന്തോ കോമ്പറ്റീഷൻ കാര്യമായിട്ട് സാർ അവനെ സ്കൂളിലേക്ക് വിളിച്ചെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഹുവാനായിരിക്കും ഇവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അതിനു മുമ്പേ തന്നെ ഇവളൊരു ഗിഫ്റ്റ് ആയിട്ട് അവനൊരു സാധനം കൊടുക്കുമ്പോൾ ഇവൻ എന്തായിരിക്കും എന്ന് പറഞ്ഞ് തുറന്നു നോക്കും. അപ്പോഴാണ് ഫുട്ബോൾ മാച്ച് കാണാനുള്ള ഫൈനൽസിന്റെ ടിക്കറ്റ് ആയിരിക്കും ഇവൾ വാങ്ങിച്ചെന്നേക്കുന്നത്. അതുകൊണ്ട് അവനാണ് ഷോക്കായിട്ട് ഈ ടിക്കറ്റ് നിനക്ക് എവിടെ നിന്ന് കിട്ടി ഹുവാന്ന് പറഞ്ഞിട്ട് അവനെ സന്തോഷിച്ചിരിക്കുമ്പോൾ അതൊക്കെ എന്റെ സീക്രറ്റാന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം വീട്ടിൽ എത്തി അവനാണ് അവന്റെ പാരന്റ്സിനോട് ടിക്കറ്റ് കൊടുത്തിട്ട് ഈ ഫൈനൽ ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടി നിങ്ങളെ ആരെങ്കിലും ഒരാൾ വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അമ്മയും എനിക്ക് ജോലിയുണ്ട് അതുകൊണ്ട് നിന്റെ അച്ഛൻ കൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടിനും പോയിക്കോളാൻ പറയും. അങ്ങനെ അതിനുശേഷം റൂമിലേക്ക് വന്ന ജിങ്ഷിയാണ് അവൻ ഡ്രീം അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് അവൻ അതാലോചിച്ച് നല്ലോണം വിഷമിച്ചിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് ഇവനും അവന്റെ PT സാറിന്റെ കൂടെ ഇവന്റെ ഇഞ്ചുറി മാറ്റാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കൊണ്ട് വേദന സഹിക്കാൻ പറ്റാത്തോണ്ട് അവിടേക്ക് വരുന്ന ഹുവാനാണ് ഇവനിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് വിഷമിച്ചിരിക്കും. അതിനുശേഷം സാറുമാരും പതിയെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ ചെല്ലുമ്പോഴാണ് ഹുവാനെ അടുത്തേക്ക് ചെന്ന് ഇവൻ ടയേർഡാണ് വെള്ളം കുടിച്ചോന്ന് പറഞ്ഞ് അവന്റെ കൊടുക്കും. അതിനുശേഷം അവനും ഇവനിങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ ഹുവാൻ കാണാതിരിക്കാൻ വേണ്ടി ഇനി തൊട്ട് ഇവളും സോങ്ങും കൂടെ ഇവനെ കാണാൻ വരണ്ടെന്ന് പറയും. അത് കേട്ട് അവളാണ് ഇവനെന്തിനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ അവന് നിങ്ങൾക്ക് പഠിത്തം കളഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കാണാനല്ലോ വരുന്നെന്ന് പറഞ്ഞ് അതുകൊണ്ടാ വരണ്ടെന്ന് പറയും. പക്ഷെ അവളാണ് എങ്കിൽ പിന്നെ ഞാൻ സോങ്ങിനോട് പറഞ്ഞോളാം, ഞാൻ വരുന്ന വല്ല തെറ്റുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇവന് നീയും വരണ്ട വീട്ടിൽ ഇരുന്ന് പഠിച്ചോന്ന് പറഞ്ഞിട്ട് അവന് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവന് വീഴാൻ പോകുന്നുണ്ട് ഇവൾ സഹായിക്കാൻ പോകുമ്പോൾ അവൻ എനിക്കൊന്നും കുഴപ്പമില്ല എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനെ തന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഹുവാന് മനസ്സിലായി സത്യത്തിൽ ഇവര് പഠിക്കാൻ വേണ്ടിയല്ല അവൻ കാണാൻ വരണ്ടെന്ന് പറഞ്ഞ് ജിങ്ഷി ഈ സിറ്റുവേഷനിൽ പേടിച്ചിരിക്കുന്നത് ഇവരൊക്കെ കണ്ട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് അവൻ ഇവരെ കാണാൻ വരണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഹുവാനാണ് നാളെ ജിങ്ഷി സ്കൂളിലേക്ക് വരാൻ പോകുന്നുണ്ട് അവന്റെ മൈൻഡ് എങ്ങനെയൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ് ഇവളും കുറെ കമ്പ്യൂട്ടർ അടിച്ചു വെക്കും ഇവനെ പോലെ ഇഞ്ചുറി വന്ന പ്ലെയേഴ്സ് ഇപ്പൊ ഫുട്ബോൾ ടീമിലെ കളിക്കുന്നുണ്ടോന്ന്. അങ്ങനെ അതൊരു മോട്ടിവേഷൻ ആയിട്ട് ഇവൾ എഴുതി വെച്ച് അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അതേസമയം അവനും എനിക്കൊന്നും കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് കടന്നോളെന്ന് പറഞ്ഞിട്ട് ഇവളെ സഹായിക്കണമെന്ന് പറയും. പക്ഷെ അവളാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന് കൂട്ടിന് ചെല്ലുമ്പം അവന് ക്ലാസ്സിൽ ചെല്ലാതെ നേരെ ഗ്രൗണ്ടിലായിരിക്കും ചെല്ലുന്നത്. ഇത് കാണുന്ന ഹുവാനും എങ്കിൽ പിന്നെ ഇവന് ക്ലാസ്സിന് പോകാൻ താല്പര്യമില്ല അവൾ ഇവന്റെ കൂടെ തന്നെ ഇവിടെ നിൽക്കാന്ന് പറയും. അതിനുശേഷം അവനും സന്തോഷത്തോടെ ഇവിടെ ഫുട്ബോൾ കളിച്ചേക്ക് ഇപ്പൊ ഇവളോട് ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹുവാനും ഇന്നലെ ഇവള് പഠിച്ച കാര്യങ്ങളൊക്കെ ഇവനോട് പറയും. ഇവനെ പോലെ തന്നെ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള കുറെ ഫുട്ബോൾ പ്ലെയേഴ്സ് കൊച്ചിലെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ അവരൊക്കെ അത് മറികടന്ന് ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ കളിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇവന്റെ വേദനയും എളുപ്പം തന്നെ മാറുന്ന പറഞ്ഞ് അവൾ ഓരോ പ്ലെയേഴ്സിന്റെ കാര്യം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവനാണ് ഇവനെ ആശ്വാസപ്പെടുത്താൻ വേണ്ടിയാണോ ഇവൾ
ഇത്തരം കാര്യങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് അവനൊരു സെക്കൻഡ് സ്റ്റണ്ണായി പോകും. അതിനുശേഷം അവളും തെറ്റിപ്പോയെന്ന് പറഞ്ഞ് കുറച്ച് പേപ്പറിൽ നിന്ന് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്ന അവൻ ഇമോഷണലായി പെട്ടെന്ന് ഇവൾക്ക് അങ്ങ് താങ്ക് യു പറയും. അങ്ങനെ അവൾ ഇപ്പൊ പറഞ്ഞെല്ലാം ഇവന്റെ മനസ്സിന് ഇപ്പൊ സമാധാനം തരുന്നുണ്ട്. ഇതിനുശേഷം ഹുവാൻ തന്ന ടിക്കറ്റുമായിട്ട് ജിങ്ഷി അവന്റെ അച്ഛനായിട്ട് ഫുട്ബോൾ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം അവന്റെ അച്ഛനാണ് ഇവന്റെ ഇഞ്ചുറിയൊക്കെ മാറിയതിനു ശേഷം ഇവ വീണ്ടും ഗെയിം കളിക്കാൻ ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് ഫുട്ബോൾ ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ അച്ഛനാന്ന് പറയും. അങ്ങനെ കൊച്ചിലെ തൊട്ട് ഇവരൊക്കെ ഇങ്ങനെ കളിപ്പിച്ചോണ്ട് അവൻ അതിനുള്ള ഇൻട്രസ്റ്റ് കൂടി പോയ. അങ്ങനെ ആ കാര്യമൊക്കെ ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവന്റെ അച്ഛനും സത്യത്തിൽ ഇവന്റെ അമ്മയ്ക്കും ഇവൻ ഫുട്ബോൾ കളിക്കുന്ന ഇഷ്ടമെന്ന് അറിയും. അങ്ങനെ ഇവൻ അറിയാതെ തന്നെ ഇവൻ കളിക്കുന്ന കുറെ മാച്ച് കണ്ടിട്ടുണ്ടെന്ന് അറിയുമ്പം ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് അമ്മ എന്റെ മത്സരം കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഇപ്പോഴാ കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അച്ഛനും എന്നാലും നമ്മൾ തമ്മിൽ ചെയ്ത പ്രോമിസ് അനുസരിച്ച് നീ അവസാനം വരെ ഈ ഡ്രീമെ തന്നെ പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം ഇവരുടെ ഫ്രണ്ട് ജിങ്ഷിയുടെ അമ്മയാണ് ഓടി അവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരെ കണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തോ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അച്ഛനും ചോദിക്കുമ്പോൾ ഇത് കേട്ട അമ്മയും ജിങ്ഷിയുടെ മത്സരം ഒന്നല്ലല്ലോ നേരത്തെ വരാൻ, അതുകൊണ്ട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് ഇതിന് അവനെ വിളിച്ചോണ്ട് അവിടെ നോക്കുമ്പോഴാണ് അമ്മയും ഇവന്റെ PT സാർ ഇന്ന് വിളിച്ചായിരുന്നു പറയും. അങ്ങനെ മറ്റേ നാഷണൽ ടീമിൽ സെലക്ട് ചെയ്യുന്ന കോച്ചും ഇവന് നേരിട്ടുണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയും. ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ അമ്മ എന്നെ സമ്മതിച്ചാൽ ചോദിക്കുമ്പോൾ ഇവന്റെ അമ്മയാണ് സമ്മതിച്ചില്ലെന്ന് പറയും. കാരണം ഇവൻ സത്യത്തിൽ ഗുണമായതിനു ശേഷം ഇവർ തന്നെ നേരിട്ട് ആ കോച്ചിനെ ചെന്ന് കാണുന്ന പറയുമ്പോൾ ഇവൻ ഇമോഷണലായി അവന്റെ അമ്മയെ ഹഗ് ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ജിങ്ഷിയും ബുക്കൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ അമ്മയുടെ ബുക്കിൽ ഇരുന്ന് മറ്റേ ഫൈനൽസിന്റെ ടിക്കറ്റ് തറയിലേക്ക് വീഴും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും നിങ്ങൾക്ക് ഈ ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടിയമ്മയെന്ന് പറഞ്ഞ് അവന് ചോദിക്കുമ്പോൾ അവരാണ് നിന്റെ അച്ഛന്റെ കൂടെ ഞാനും മത്സരം കാണാൻ വേണ്ടി ഇരുന്നേ, പക്ഷെ എനിക്കൊരു അർജന്റായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ വരാമെന്നൊരു സമ്മതം കൊടുക്കാത്ത. പിന്നെ ഈ ടിക്കറ്റ് എനിക്ക് ഹുവാന തന്നെ എന്നതിന് അമ്മയും പറയുമ്പോൾ ഇത് കേട്ട് അവനും ഹുവാൻ അവിടെ നിന്ന് ഇത്രയും ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവന് റൂമിൽ വെച്ച് അവൾ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് വെക്കും. അവൾ എത്രമാത്രം ഇവനെ സമാനപ്പെടുത്താൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവളോടൊരു ഫീലിങ്സ് വരുമ്പോഴാണ് ഇവനൊരു താങ്ക്സ് അറിയാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഫോൺ വിളിച്ച് ഇവൾക്ക് ഇത്രയും ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടുകയും ചെയ്യിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ എനിക്ക് നിങ്ങളുടെ PT സാറ് തന്നെന്ന് പറഞ്ഞ് ഇവൾ ആ ഫ്ലാഷ് ബാക്ക് എടുത്ത് കാണിക്കും. അതായത് ആ സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഇവൾക്ക് എത്ര ടിക്കറ്റ് ആണെങ്കിലും എടുത്തോണ്ട് പോയിക്കോളാൻ പറയും. അങ്ങനെ അതൊക്കെ അവൾ ഇപ്പൊ ഇവനോട് പറയുമ്പോൾ ഇവനാണ് ഷോക്കായിട്ട് അപ്പൊ നീ ചുമ്മാ ചോദിച്ചതേ ഉള്ളോ, അല്ലാതെ ഇതിനു വേണ്ടി നീ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് ഇവനും ചോദിക്കുമ്പോൾ അവളും കളിയാക്കിക്കൊണ്ട് പിന്നെ നിനക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കാലിലും കയ്യിലൊക്കെ വീടണമെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Look at me sometimes like all you want to do is run.